അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ദിവസം എന്നെ ഖലീഫയായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി വിളിച്ചതാണെന്ന് അറിഞ്ഞു. അങ്ങനെ ഞാൻ വേഗം അവിടെ എത്തി. അങ്ങനെ എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് തൻ്റെ വീട്ടിൽ ഇരിക്കുകയാണ്. അവിടെ ഒരു വിരിപ്പിൽ ധാരാളം സ്വർണ്ണ നാണയങ്ങൾ ഇങ്ങനെ അവിടെ നിന്ന് കൂട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ആണെങ്കിലോ വല്ലാത്ത ബേജാരിലാണ്, വല്ലാത്ത വിഷമത്തിലാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, എന്തിനാണോ ഇത്ര സ്വർണങ്ങളൊക്കെ മുമ്പിലുണ്ടല്ലോ, ഏതൊരു മനുഷ്യനും സന്തോഷിക്കുകയല്ല വേണ്ടത്, എന്തിനാണിങ്ങനെ കരയുക, ഇങ്ങനെ ബേജാറാവുക? അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഓ ഇബ്നു അബ്ബാസ്, നിങ്ങൾ ഈ സ്വർണ്ണ നാണയങ്ങളെല്ലാം കൊണ്ടുപോയി, ഇതെൻ്റെതാണ്, സ്വന്തത്തിലുള്ളതാണ്, ഇതൊക്കെയും കൊണ്ടുപോയി നിങ്ങൾ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യണം, പാവപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ സ്വതക്ക ചെയ്യണം. എനിക്കിത് കാണുമ്പോൾ എന്തോ പേടിയാവുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനൊന്നും കൊതിച്ചിട്ടില്ല. മുത്തുനബിയുടെ ജീവിതത്തിൽ സ്വന്തമായിട്ട് ഇത്തരമൊന്നും പണം ഉണ്ടായിട്ടില്ല. അതേപോലെ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ മുത്തുനബി ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സ്വന്തത്തിൽ ഇത്തരമൊന്നും പണം ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർക്കൊന്നും ഇല്ലാത്ത, അവർക്കൊന്നും റബ്ബ് കൊടുക്കാത്തത് എൻ്റെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതെന്തോ റബ്ബ് എന്നെ ഷർറാണോ ഉദ്ദേശിക്കുന്നത്, എന്നെ പരീക്ഷിക്കാനായിരിക്കാം ഉദ്ദേശിക്കുന്നത്. എനിക്ക് പേടിയാണ്. ഒന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയി ഇതൊന്നും തീർത്തു തരുമോ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് വളരെ ഗൗരവത്തോടു കൂടെ ഓർമ്മപ്പെടുത്താനും. പക്ഷേ അപ്പോൾ അത്രമാത്രം ഗൗരവത്തിൽ പറഞ്ഞതുകൊണ്ട് പിന്നൊന്നും അതിനെ മറുപടി പറയാൻ ബഹുമാനപ്പെട്ടവർ കഴിഞ്ഞില്ല. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ആ സ്വർണ്ണ നാണയങ്ങളൊക്കെയും മദീനയിലുള്ള ആ പാവപ്പെട്ടവർക്ക് വേണ്ടി വിതരണം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ കൊണ്ടുപോകുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറയാണ്, എൻ്റെ പിന്നിൽ ഞാനിങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വല്ലാത്ത കരച്ചിലാണ്, വല്ലാത്ത ബേജാരിലാണ്. അവിടെ നിന്ന് വീണ്ടും 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 പറയാണ്, ഓ റബ്ബേ, എന്നെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. മുത്തുനബിക്ക് നീ കൊടുക്കാത്ത പണം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൊടുക്കാത്ത പണം എനിക്ക് തന്ന് എന്നെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. എനിക്കറിയില്ല ഞാനതിൻ്റെ പിന്നാലെ പോയാലോ, ഞാനതിൻ്റെ പിന്നാലെ കൂടിപ്പോയാലോ എനിക്കവർ പോകേണ്ട സ്വർഗം എന്നെക്കൊണ്ട് സാധിക്കില്ലല്ലോ റബ്ബേ, നിന്നെ പൊരുത്തപ്പെടിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ലല്ലോ അല്ലാഹ്. റബ്ബേ, എന്നെ നീ പരീക്ഷിക്കല്ല എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് അട്ടഹസിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കി അവിടെ നിന്ന് വല്ലാത്ത കരച്ചിലാണ് അവന് അവിടെ നിന്ന് കരയുക, അവിടെ നിന്ന് കണ്ണീരൊലിപ്പിച്ചിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. അല്പം അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ കുറച്ച് പണം വന്നപ്പോൾ, കുറച്ച് സ്വത്തുക്കൾ വന്നപ്പോൾ, കുറച്ച് സ്വർണങ്ങൾ വന്നപ്പോൾ അവിടുന്ന് സന്തോഷിക്കുകയല്ല. അതേ ദുനിയാവ് തന്നിലേക്ക് വരുമ്പോൾ അവിടുന്ന് സന്തോഷിക്കുകയല്ല, ഭയപ്പെടുകയാണ്, പേടിയാവുകയാണ്. ഇത് അല്ലാഹുവിൻ്റെ പരീക്ഷണമെന്നുള്ള വല്ലാത്ത പേടിയാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അല്ലാഹു എത്ര പണം തന്നാലും അവിടേക്കും നാം സന്തോഷിക്കുകയല്ല വേണ്ടത്. അത് അനുഭവിക്കാം, അത് നാം നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ അവിടെയെല്ലാം നാം ചിന്തിക്കണം, പണം ഉള്ളതുകൊണ്ട്, പണം ഒരാളിൽ കിട്ടതുകൊണ്ടല്ല അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുക. അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടല്ല എനിക്ക് പണം തരിക, അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് ഇത്. ഏത് രീതിയിൽ ഞാൻ ചെലവ് ചെയ്യുന്നുണ്ട്, ഏത് രീതിയിൽ ഞാൻ സമ്പാദിച്ചു എന്നു ഇങ്ങനെയൊക്കെയും റബ്ബിൻ്റെ അള്ളാഹു ഇങ്ങനെ പരീക്ഷിക്കുകയാണ്. പണം കിട്ടുമ്പോൾ എന്നവൻ മറന്നുപോകുമോ, ദുനിയാവിൻ്റെ പിന്നാലെ പോയി പോകുമോ, ഹറാമിത്തിലേക്ക് വേണ്ടത് ചെലവ് ചെയ്യുമോ എന്നുള്ള വല്ലാത്തൊരു പരീക്ഷണമാണ് റബ്ബ് നമ്മെ ആ പണം കൊണ്ട്, നമ്മുടെ സമ്പാദ്യം കൊണ്ട്, നമ്മുടെ മുതൽ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുക. ഈ പരീക്ഷയിൽ നാം വിജയിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് എത്ര ഇബാദത്തുണ്ടായിട്ടും എത്ര നന്മകളുണ്ടായിട്ടും കാര്യമില്ല. പലപ്പോഴും പല ആൾക്കാർ പരാജയപ്പെട്ടു പോകുന്നത് നല്ല ഇബാദത്തുള്ളവർ, നല്ല തഖ്വയുള്ളവർ
പണം മുമ്പിലേക്ക് വന്നപ്പോൾ, ജീവിതത്തിൽ കുറച്ച് പണം ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ അല്ലാഹുവിനെ മറന്നുപോകുന്നൊരു ജീവിതമാണ് പലപ്പോഴും നമുക്കുണ്ടാവുക. ഒരിക്കലും അങ്ങനെ ആയി പോകരുത്. എത്ര പണമുണ്ടെങ്കിലും, എത്ര പാവപ്പെട്ടവനായിട്ട് ഇവിടെ ജീവിച്ചെങ്കിലും നമ്മളെ ഈമാനിക്കും അല്ലാഹുവിനോടുള്ള ആ ചിന്തയ്ക്കും ഒരു കോട്ടം തട്ടാൻ പാടില്ല. അതാണ് ഈമാൻ. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചത്. ഖലീഫയാണ്, അമീറുൽ മുഅ്മിനാണ്. എത്ര വേണമെങ്കിലും സമ്പാദിക്കാമായിരുന്നു, എത്ര വേണമെങ്കിലും പണം കൂട്ടാമായിരുന്നു. അതേ അല്പപണം തന്നിലേക്ക് വരുമ്പോഴേക്ക് അവിടുന്ന് ഭയപ്പെടുകയാണ്. അതൊക്കെ വിതരണ ചെയ്യുകയാണ്. മുത്തുനബി ആശിച്ചിട്ടില്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊതിച്ചിട്ടില്ല. പിന്നെ ഞാൻ എന്തിന് ഇതിന് പിന്നാലെ പോകണമെന്ന് ഇങ്ങനെ ഓർക്കുകയാണ്. ഇതാണ് ഈമാൻ, ഇതാണ് തഖ്വ, ഇതാണ് അല്ലാഹുവിനോടുള്ള ഭയം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.